ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വി എം സൈലോഡ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കുന്നത് ഒരു ചെറിയ റാങ്കഡ് മാച്ചാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് ആണ് പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത്ര നേരമായിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കുക. ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ടപ്പേ എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കുന്ന റാങ്കഡ് മാച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം കണ്ടന്റ് ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ദയവായി അറിയിക്കുക. അപ്പോൾ ഈ മാച്ച് ശരി ഫണ്ണിയായിരിക്കും. നിങ്ങൾ കണ്ടിട്ട് ബാക്കി കമൻറ്റിൽ അറിയിക്കുക. ഹലോ ഗായ്സ്, ഞാനപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന് ക്യാരക്ടറിലായിട്ട് നിർത്തടിയാളിയാക്കും. നമ്മളെന്ത് ചെയ്തു, അവനടിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും അവൻ എംപനെടുത്തുകൊണ്ട് വന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെടുത്ത് അവൻ തൂറിച്ചില്ലേ. അവനടിച്ച് തൂറിച്ചിട്ട് നമ്മൾ അവൻ്റെ എംപനെടുത്ത് കൈ പിടിച്ചിട്ട് നമ്മളാണ് അടിക്കിട്ടടിച്ചിട്ട് അകത്തോട്ട് വരും. അവനെങ്ങാനും ഇനി തിരിച്ചിറങ്ങി വരും, നമ്മളടിച്ചിടാം. ഏത് അപ്പോഴേക്കും നമ്മളിങ്ങനെ കുറേ നേരം നോക്കിയേക്കുക. അടിയിലാണെങ്കിൽ ഒടുക്കത്തെ ഫൈറ്റാണ് ഗൈസ്. അടിയിലൊക്കെ നല്ല ഫൈറ്റാണ് നടക്കുന്നത്. നമ്മളിവൻ നോക്കിക്കൊണ്ടേക്കാണ്. ഇവനാണെങ്കിൽ അന്യവുമില്ല. A few moments later. ഞാൻ നോക്കി നിന്നപ്പോഴാണ് ഇതേ ഒരു സാധനം വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടില്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് അവനെ ഞാൻ കണ്ടത്. എന്നിട്ട് ഞാനിങ്ങനെ പൊട്ടനപ്പോഴും ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പുറകിലേക്ക് നോക്കി ഡ്രോപ്പ് ഫുള്ളായോ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ഡ്രോപ്പിലേക്ക് നോക്കിയത്. അപ്പോഴേക്ക് ഒരുത്തും ഗ്ലൂ ആയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവനാണ് ഗൈസാണ്. അങ്ങനെ ഞാൻ ഇവനെ എങ്ങനെ അടിച്ചിടും എന്ന് ഞാനിങ്ങനെ അടിച്ചിട്ടിരിക്കുന്നതാണ്. എൻ്റെ മറ്റേ ഈ ഡ്രോപ്പും ഫുള്ളായിട്ടില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോഴാണ് ഈ കണ്ണൻ്റെ ഉള്ളത്. ഞാൻ ആദ്യം വെടിവെച്ച് വെച്ചില്ല. രണ്ടാമത് വെടിവെച്ചപ്പോഴേക്കും എനിക്ക് ഡാമേജ് കിട്ടും. മൂന്നാം വെടി വെച്ചിട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോയില്ല. എല്ലാം വെറുതെ ഗൈസ്. കൊണ്ടേയും പോയി, കയ്യിൽ കാശും തീർന്നു. മുമ്പിലും കഞ്ഞിയായി ഗൈസ്. അപ്പോഴാണ് ദേ അപ്പുറത്ത് നിർത്തി അടിക്കുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ തൃപ്തിയായി ഗൈസ്. അപ്പോഴാണ് ഞാൻ ഇവന്മാർ എങ്ങനെ കൊള്ളുന്നത് ആലോചിച്ചോണ്ടിരിക്കുക. ഞാൻ എങ്ങനെ കൊല്ലും, ഡ്രോപ്പാണെങ്കിൽ ഡ്രോപ്പ് ഫുള്ളായിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ താഴത്തെ ഇവന്മാർ മുടിഞ്ഞടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട്. അപ്പോഴാണ് ഡ്രോപ്പ് ഫുള്ളായത്. ഡ്രോപ്പ് ഇട്ടിട്ട് ഇവന്മാരെ ഞാൻ തീർക്കും, എനിക്ക് കണ്ണ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കി വയ്ക്കുമ്പോഴാണ് ഡ്രോപ്പ് കിട്ടുക. ഡ്രോപ്പിൽ നിന്നാണെങ്കിൽ MP5 കിട്ടിയത്. അപ്പം ഞാൻ വെച്ച് എന്നിട്ട് ഞാനിങ്ങനെ കുറേ നേരം നോക്കിയത്. ലാസ്റ്റ് ഒരു കാര്യമില്ലാണ്ട് ഞാൻ നിലത്തേക്കൊന്ന് ചാടിപ്പോയി. വേറെ ഒരു പേര് വഴിയുണ്ടായിരുന്നില്ല. ഞാൻ നേരെ ഒറ്റ ചാട്ടം കിടക്കണം. ലൈഫ് പറഞ്ഞു അങ്ങോട്ടൊന്ന് ഓടിയത് മാത്രം അവരുടെ ഇതങ്ങ് കഴിഞ്ഞ് മെഡിക്കറ്റ് തക്കാൻ വേണ്ടി തിരിച്ച് ഇതേ വഴിയൊന്ന് പുറത്തിട്ടിറങ്ങിയത്. അപ്പുറത്തെ വീട്ടിൽ കിടക്കണവന്മാരെ ലോങ്ങി ഇങ്ങനെ അടിച്ചിട്ട് ഗായ്സ് എന്ത് വിധിയാണെന്ന് ഓർക്കണം. അവൻ എന്നെ അടിച്ചിട്ട് ഗായ്സ്. ഇത് പറയാനുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വി എം സൈലോഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ.